രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 105 സർഗം. തത്വോപദേശം. സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും ചുറ്റപ്പെട്ടവനായി ദുഃഖിച്ചുകൊണ്ട് തന്നെ ആ സഹോദരന്മാർ അന്നത്തെ രാത്രി കഴിച്ചു. സൂര്യൻ ഉദിച്ചു ഉയർന്നപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ അനുജന്മാരോടും മിത്രങ്ങളോടും ഒത്ത് മന്ദാകിനി നദിയിൽ സ്നാനം കഴിഞ്ഞ് ജപങ്ങളും ഹോമങ്ങളും ഒക്കെ കഴിഞ്ഞ് സ്വന്തം സ്ഥാനങ്ങളിൽ ആസനസ്ഥരായി. എല്ലാവരും നിശബ്ദരായിരുന്നു. ഭരതകുമാരൻ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് ശ്രീരാമനോട് പറഞ്ഞു, എൻ്റെ അമ്മ വളരെ ആശ്വാസത്തോടെ ഈ നാട് എനിക്ക് വേണ്ടി സമ്പാദിച്ചു തന്നു. അത് ഞാനിതാ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അയോധ്യ മഹാരാജ്യത്തെ അവിടുന്ന് തന്നെ പരിപാലിക്കണം. വർഷാധിക്യത്താൽ പൊട്ടിയ ചിറയെപ്പോലെ ആർക്കും തടുത്തു നിർത്തുവാൻ സാധിക്കാത്ത ഈ വൻ നാട് അവിടത്തേക്ക് മാത്രമേ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിവേഗതയുള്ള കുതിരയുടെ പിന്നാലെ ഓടുന്ന ഒരു കഴുതയെപ്പോലെ, ഗരുഡൻ്റെ പിന്നാലെ പറക്കുന്ന ഒരു പക്ഷിയെപ്പോലെയാണ് അവിടുത്തെ അനുഗമിക്കുന്ന എൻ്റെ സ്ഥിതി. അങ്ങയെ പിന്തുടരുവാൻ ഞാൻ ആളല്ല. ഭൃത്യരായ ഞങ്ങളെ സ്വാമിയായ അവിടുന്നല്ലാതെ മറ്റാരാണ് പരിപാലിക്കാനുള്ളത്? ശത്രുജേതാവായ അവിടുന്ന് മധ്യാഹ്ന സൂര്യനെപ്പോലെ ഈ നാട് പരിപാലിക്കുന്നത് നാട്ടുകാർ കാണട്ടെ. അവിടുത്തെ അനുഗമിക്കുന്ന മതയാനകൾ അലറട്ടെ. ദുഃഖം ഒട്ടും ഏൽക്കാതെ അന്തഃപുര നാരിമാർ സന്തോഷിക്കട്ടെ. മഹാത്മാവായ ഭരതൻ്റെ യാചനാപൂർണമായ വാക്കുകൾ കേട്ട നഗരവാസികൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. സദ്യശസ്സുകൊണ്ട് സമ്പൂർണനായ അനുജൻ്റെ വിലാപം രഘുകുലവരനായ ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തിന് പതർച്ചയോ തളർച്ചയോ ഉണ്ടാക്കിയില്ല. ശ്രീരാമൻ ഇപ്രകാരം അവരെ ആശ്വസിപ്പിച്ചു. ഭരത, മനുഷ്യജീവിതം പരതന്ത്രമാണ്. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ പറ്റുന്നതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ഛ പോലെ ഈശ്വരൻ വലിക്കും. വിനാശം വരെയാണ് നേട്ടം, അധോഗതി വരെയാണ് അഭിവൃദ്ധി, വിയോഗം വരെയാണ് കൂടിച്ചേർച്ച, മരണം വരെയാണ് ജീവിതം. പഴുത്ത കായക്ക് വീഴുന്നതിൽ അല്ലാതെ മറ്റൊന്നിലും ഭയമില്ല. മനുഷ്യനായി ജനിച്ചവന് മരണത്തിലല്ലാതെ വേറെ ഒന്നിലും പേടിയില്ല. ഫലഭൂയിഷ്ടങ്ങളായ തൂണുകൾ ഒത്ത ഒരു ഭവനം പഴക്കത്തിൽ വീണുപോകുന്നു. അതുപോലെ ജരാനരകൾ ബാധിച്ച മനുഷ്യ ശരീരം മരണത്തിൽ ചാഞ്ഞു പോകുന്നു. കഴിഞ്ഞു പോയൊരു രാത്രി വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. കാളിന്തി നദി സമ്പൂർണമായ സാഗരത്തിലേക്ക് ഒഴുകിച്ചേരുകയല്ലാതെ പിന്മടങ്ങുകയില്ല. പ്രാണികൾക്ക് ഓരോ ദിവസമായി അതിവേഗത്തിൽ അവരുടെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വേനൽ വെള്ളത്തെ എന്ന പോലെ അത് ജീവിതത്തെ കുറയ്ക്കുകയാണ്. നീ അവനവനെപ്പറ്റി ചിന്തിക്കൂ. മറ്റുള്ളവരെക്കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത്? നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവസാനിച്ചു കൊണ്ടിരിക്കുന്നത് നിൻ്റെ ആയുസ്സ് തന്നെയാണ്. എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും മരണം മാത്രമാണ്. ജീവിത മഹായാത്രയിൽ ഒന്നിച്ച് എപ്പോഴും നടക്കുന്ന മൃത്യു ഒന്നിച്ച് മടങ്ങുകയും ചെയ്യും. ചുക്കിച്ചുളിഞ്ഞ ദേഹം, വെളുത്തു നരച്ച തലമുടി, ജര കൊണ്ട് ജീർണമായ മർത്യന് എന്ത് ചെയ്താലാണ് ശക്തി ഉണ്ടാവുക? സൂര്യോദയത്തിൽ സന്തുഷ്ടനാണ് മനുഷ്യൻ, സൂര്യാസ്തമനത്തിലും അവൻ സന്തുഷ്ടനാണ്. എന്നാൽ ആയുസ്സിലെ
ഒരു കണ്ണി വിട്ടുപിരിയുന്നത് അവൻ അറിയുന്നില്ല. പുതിയ പുതിയ ഋതുക്കൾ ഭൂമിയെ പുളകമണിയിച്ചു വരുമ്പോൾ ജീവികൾക്ക് അതിരറ്റ ആനന്ദമുണ്ടാകുന്നു. കാലത്തിൻ്റെ ഇത്തരമുള്ള മാറ്റത്തിൽ ദേഹിയുടെ ജീവിതത്തിനും അറുതി വരുന്നു. നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന നദിയിൽ കൂടി മഹാസമുദ്രത്തിൽ എത്തിച്ചേർന്ന മരങ്ങൾ കുറച്ച് സമയം കൂടിച്ചേരാറില്ലേ? അല്പസമയം കഴിഞ്ഞാൽ അലകളുടെ അടികൊണ്ട് അവ വിട്ടുപിരിയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെയാണ് ഭാര്യ, മക്കൾ, ശേഷക്കാർ, ധനം ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന് അല്പകാലം ഇരിക്കും, പിന്നീട് വിട്ടുപിരിയും. അത് തീർച്ചയാണ്. ആഗ്രഹം പോലെ ജീവിക്കാൻ ഒരൊറ്റ ജീവിക്കും സാധിക്കാറില്ല. അതിനാൽ മരിച്ചവനിൽ ഇത്തരം കാര്യങ്ങൾ വിചാരിച്ച് വ്യസനിക്കാനില്ല. വഴിയിൽ നിൽക്കുന്ന ഒരാളോട് മറ്റൊരു വഴിപോക്കൻ ഞാനും നിങ്ങളുടെ പിന്നാലെ വരാം എന്ന് പറയും. അതേപോലെ നമ്മുടെ പിതാക്കന്മാരും മുത്തച്ഛന്മാരും പോയ വഴിയിൽ കൂടി പോവുകയല്ലാതെ അവർ പോയതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ നിയമത്തിന് ഒരു കാലത്തും മാറ്റം വരുന്നതല്ല. ഒരിക്കലും ഒന്ന് പിന്തിരിയാതെ ആയുസ്സ് മുന്നോട്ട് കുതിച്ചു പോകുമ്പോൾ ആത്മാവിനെ സുഖത്തിലേക്ക് അണക്കുകയാണ് വേണ്ടത്. ആത്മീയ സുഖം നേടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പുണ്യസംവർദ്ധകങ്ങളായ ഉത്തമ യജ്ഞങ്ങളാൽ പാപരഹിതനായിട്ടാണ് നമ്മുടെ പിതാവ് സ്വർഗം പൂകിയത്. നമ്മുടെ അച്ഛനായ മഹാരാജാ ദശരഥൻ ഭൃത്യന്മാരെ സസ്നേഹം സംരക്ഷിച്ചു, പ്രജകളെ പരിപാലിച്ചു, ധാർമ്മികമായി ധനം സമ്പാദിച്ചു, ഇഷ്ടപ്പെട്ട എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. ചക്രവർത്തിമാർക്ക് മാത്രം സാധിക്കാവുന്ന മഹായാഗങ്ങൾ പലതും നിർവിഘ്നം നടത്തി. സുഖപൂരിതമായ ദീർഘായുസ്സ് നേടി അഭികാമ്യമായ അമരാവതിയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി. ഉണ്ണി ഭരത, ദേവതുല്യനായ അച്ഛൻ സജ്ജനങ്ങളാൽ പൂജിതനാണ്. ഒരിക്കലും അവിടത്തെക്കുറിച്ച് നമുക്ക് വ്യസനിക്കാൻ അവകാശമില്ല. മനുഷ്യൻ്റെ ജീർണമായ ദേഹം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിലെ ദിവ്യസമ്പത്ത് സമ്പാദിച്ച അച്ഛനെപ്പറ്റി അറിവുള്ളൊരാൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ശാസ്ത്രജ്ഞാനവും അഗാധ ബുദ്ധിയും നിനക്കുണ്ട്. ഇത്തരത്തിലുള്ള ദുഃഖം, കരച്ചിൽ, വിലാപം ഇതെല്ലാം ധീരനായ ഒരാൾ ഏതൊരവസ്ഥയിലും വർജിക്കേണ്ടതാണ്. അതുകൊണ്ട് ഉണ്ണി ഭരത, നീ വ്യസനിക്കരുത്, ആശ്വസിക്കൂ. അയോധ്യ നഗരിയിൽ പോയി വസിക്കൂ. മഹാനായ പിതാവ് വിധിച്ചതുപോലെ അയോധ്യ പരിപാലനം നീ ചെയ്യണം. പിതൃശാസനം അതേപോലെ അനുസരിക്കേണ്ടത് എൻ്റെ കടമയും ആണ്. ആ കൽപ്പന നിരാകരിക്കുവാൻ നമുക്ക് പാടില്ല. ഉണ്ണി, നിനക്കും എനിക്കും ഒരുപോലെ മാന്യമായിട്ടുള്ളതാണ് അത്. അതിധാർമ്മികനായ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഞാൻ കാട്ടിൽ വസിക്കും. പുരുഷപുങ്കവനായ നീ മഹാരാജാ ദശരഥൻ്റെ സച്ചരിത്രം സ്മരിച്ച് ധാർമ്മികോത്തംസമായ അവിടത്തേക്ക് വിധേയനായി അടിപതരാതെ ഇരിക്കണം. പരലോക സുഖം ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത് അതുതന്നെയാണ്. ശ്രീരാമചന്ദ്രൻ അനുജനോട് ഇപ്രകാരം പിതൃശാസന ധർമ്മകൃത്യം അരുളിച്ചെയ്ത് നിർത്തി. ഇങ്ങനെ ശ്രീമദ് രാമായണത്തിൽ വാൽമീകി വിരചിതമായ ആദികാവ്യത്തിൽ അയോധ്യാകാന്ഡം 105 സർഗം അവസാനിച്ചു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ.